അപ്പൊ നമുക്ക് നീ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കണം ഈ സ്റ്റാർ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഈ സ്റ്റാർ ഉണ്ടാക്കാൻ നല്ല എളുപ്പാട്ടാ, ഞാൻ വിചാരിച്ച പോലും നല്ല. വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയ കാരണം ഞാൻ ചെയ്യാണ്ടിരിക്കായിരുന്നു. പിന്നെ ഈ വീട്ടില് സ്റ്റാർ ഇടുന്ന പതിവില്ല. അപ്പൊ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇവിടെ വെറുതെ വെക്കേണ്ടതും കൂടി ചിന്തിച്ചപ്പോ ഞാൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നത്. പിന്നെ എന്റെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം സ്റ്റാർ ഉണ്ടാക്കി തൂക്കിയിടണം. ഞാൻ ഉണ്ടാക്കണ മിക്ക ക്രാഫ്റ്റ്സും ഞാൻ ഇവിടെ ഉള്ള ഓരോരുത്തർക്കൊക്കെ എടുത്തു കൊടുക്കലാണ് പതിവ്. അപ്പൊ ഈ ക്രിസ്മസ് ക്രാഫ്റ്റിൽ ഞാൻ സ്റ്റാർ ഉണ്ടാക്കിയതും ഞാൻ അവർക്കൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, നീ എല്ലാവർക്കും കൊടുക്കണ്ടല്ലോ, വീട്ടിലേക്ക് ഒരെണ്ണം കൂടി ഇട്ടൂടെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ കണ്ട മിക്ക വീഡിയോയിലും എല്ലാവരും ഒരേ പാറ്റേൺ തന്നെയായിരുന്നു ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ഡിഫറെന്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്തത്. ഈ ഒരു പാറ്റേണും എനിക്ക് ഇൻട്രസ്റ്റിംഗ് തന്നെ കിട്ടിയതാണ്. ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്യുമ്പോൾ ആദ്യം വിചാരിച്ചു നല്ല എളുപ്പമാണ്, കാരണം ആദ്യം 3 സെറ്റ് ആണല്ലോ ചെയ്ത് നോക്കണത്. അപ്പോൾ വിചാരിച്ചു എളുപ്പമാണെന്ന്. പിന്നെ ചെയ്ത് വന്നപ്പോൾ ഭ്രാന്ത് പിടിക്കും മനസ്സിലായി. പക്ഷെ അതൊക്കെ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ മാറി. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമായി കാണാൻ. ഞാനിത് ശരിയാവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ശരിയപ്പോൾ നല്ല സന്തോഷമായി. എനിക്ക് കളർ മാത്രമാണ് എന്തോ ഒരു ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണേന്നൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ